തൃശൂർ പൂരത്തിന്റെ വർണ്ണപ്പകട്ടോട് തുടക്കം. വടക്കുന്നാഥ സന്നിധിയിലേക്ക് കടകപൂരങ്ങൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാവിലെ 11 മണിയോടെയാണ് മഠത്തിൽ വരവ് പഞ്ചവാദ്യം. മുണ്ടത്തിക്കോട് വെടിക്കെട്ട് പൂരാപകടത്തിന്റെ പശ്ചാത്തലത്തിൽ ചടങ്ങുകൾ മാത്രമായിട്ടാണ് ഇപ്രാവശ്യം തൃശൂർ പൂരം നടക്കുക. കൂടുതൽ വിവരങ്ങൾ നൽകാൻ നമ്മുടെ വാർത്താ സംഘം തൃശൂരിൽ നിന്ന് തത്സമയം മോർണിംഗ് ഷോയിൽ ചേരുകയാണ്. ശ്രീമൂലസ്ഥാനത്ത് നിന്ന് ആഷ്മി താജ് ഇബ്രാഹിം, മേഘന മുരളി, അതുപോലെ തെക്കേ ഗോപുരനടയിൽ നിന്ന് വിപിൻ സി വിജയൻ, കണിമംഗലം ശാസ്താവിൻ്റെ വരവിനെ കുറിച്ച് പറയാൻ ശ്രീജിത്ത് ശ്രീകുമാരനും, അതുപോലെ ചെമ്പുക്കാവ് നിന്ന് വിഷ്ണു സുരേഷും, അതുപോലെ തിരുവമ്പാടിയിൽ നിന്ന് നിഖിൽ പ്രമേഷും തത്സമയം ചേരുന്നു. ആദ്യം ആഷ്മി താജ് ഇബ്രാഹിമിലേക്ക്. ആഷ്മി, ഗുഡ് മോർണിംഗ്. പൂരത്തിൻ്റെ ആവേശം എങ്ങനെയുണ്ട്? തൃശ്ശൂരെ ഗഡികളൊക്കെ തന്നെ പൂരതകരിയിൽ നിറഞ്ഞു കഴിഞ്ഞു എന്ന് എനിക്കറിയാം. മേഘന, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ടു ആഷ്മി താജ് ഇബ്രാഹിം. പറയൂ വിവരങ്ങൾ. എസ് കെ, അങ്ങനെ തന്നെയാണ്. പൂരാവേശത്തിന് ഒട്ടുമേ കുറവില്ല ഇവിടെ. ശരിയാണ്, നമുക്ക് എസ് കെ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ദുരന്തത്തിന്റെ പശ്ചാത്തലമുണ്ട്, മുണ്ടത്തിക്കോട് ദുരന്തത്തിന്റെ പശ്ചാത്തലമുണ്ട്. ആ പശ്ചാത്തലത്തിൽ ആഘോഷങ്ങളുടെ പൊലിമ കുറച്ച് കുറയുന്നുണ്ടെങ്കിൽ കൂടിയും ഏതെങ്കിലും തരത്തിൽ അത് ആവേശത്തിനെ ബാധിക്കുന്നില്ല. എസ് കെ തൃശ്ശൂർകാർക്ക് അല്ലെങ്കിൽ തൃശ്ശൂർ പൂരത്തിന്റെ ആവേശത്തിന് അങ്ങനെ ഏതെങ്കിലും അർത്ഥത്തിൽ ഏതെങ്കിലും കാലത്ത് ഏതെങ്കിലും തരത്തിൽ കുറവ് വരുന്ന പശ്ചാത്തലം ഇല്ല എന്നാണ് ഇവിടെ പറഞ്ഞ കാര്യം. അവരുടെ ഹൃദയത്തോടും അവരുടെ രക്തത്തോടും ഒക്കെ ഇഴുകിച്ചേർന്നിരിക്കുന്ന അലിഞ്ഞു ചേർന്നിരിക്കുന്ന വികാരമാണ് തൃശ്ശൂർ പൂരം. ഇവിടെ നമ്മുടെ കണിമംഗലം ശാസ്താവ് എഴുന്നള്ളുന്നു. ഹാഷ്മി, ഞാനിപ്പോൾ ഒരാളെ കണ്ടു. അവര് പറയുന്നത് ഇപ്പൊ ആചാരമാക്കി ചുരുക്കിയല്ലോ. അവർ പറയുന്നത് അടുത്ത കൊല്ലം നമ്മൾ ഉണ്ടാവുമെന്ന് അറിയില്ലല്ലോ. അതുകൊണ്ട് പരമാവധി ഇത്തരത്തിൽ ഈ ആഘോഷങ്ങൾ അല്ലെങ്കിലും അത് ആചാരം അത് സമ്പൂർണ്ണമായി നടത്തുക എന്നുള്ളതാണ് തൃശ്ശൂരുകാരും അതുപോലെ തന്നെ മലയാളികൾ എമ്പാടും അങ്ങനെ ആഗ്രഹിക്കുന്നു തോന്നുന്നു, അല്ലേ? അപ്പൊ എസ് കെ, ആഘോഷം ഇപ്പൊ പൊരുമ കുറയ്ക്കുക എന്ന് പറഞ്ഞപ്പോൾ ഇപ്പോ വെടിക്കെട്ടില്ല, കുടമാറ്റം 15 മിനിറ്റായി ചുരുക്കി എന്നത് മാത്രമേ ഉള്ളൂ. പക്ഷേ തൃശ്ശൂരുകാരുടെ ഹൃദയത്തിൽ നൂറ്റാണ്ടുകളായി അതിന്റെ ആഴത്തിൽ അങ്ങനെ അടിയുറഞ്ഞിരിക്കുന്ന ഒരു വികാരമാണ് പൂരവികാരം. അപ്പോൾ അവർക്ക് ഇങ്ങോട്ടേക്ക് എത്താതിരിക്കുന്ന നിവൃത്തി. അതേസമയം തന്നെ ആ ദുരന്ത പശ്ചാത്തലത്തിലെ വേദനകൾ, സങ്കടങ്ങളൊക്കെ അവർ പറയുന്നുണ്ട്. ആശുപത്രിയിൽ കിടക്കുന്നവരെ ഓരോരുത്തരും ഓർക്കുന്നുണ്ട്. പക്ഷെ അതേസമയം തന്നെ ഇത് ആചാരം എന്നുള്ള നിലയ്ക്ക് ഇങ്ങോട്ടേക്ക് ഓരോ തൃശ്ശൂരും ഇങ്ങോട്ടേക്ക് എല്ലാ തവണയും എന്ന പോലെ ഇങ്ങോട്ടേക്ക് എത്തുകയുമാണ്. എസ് കെ, അല്പസം മുമ്പാണ് കണിമംഗലം ശാസ്താവ്, നമ്മൾ നിൽക്കുന്ന ശ്രീമൂലസ്ഥാനത്താണ്, അതായത് തെക്കേ ഗോപുര നടയിൽ കൂടി കണിമംഗലം ശാസ്താവ് അകത്തേക്ക് കയറി ഇതുവഴിയാണ് പുറത്തേക്ക് വരിക. അങ്ങനെ ആ ഡയറക്ഷൻ അല്ലെങ്കിൽ തെക്കേ ഗോപുര നട വഴി ഇങ്ങോട്ടേക്ക് വരുന്ന ഒരേ ഒരു പൂരം കണിമംഗലം ശാസ്താവിന്റെ പൂരം മാത്രം. ബാക്കിയൊക്കെ ഇവിടെ അങ്ങോട്ട് കയറും. ഇനി 7 ഘടകപൂരങ്ങൾ കൂടിയുണ്ട്. അതിൽ 7 ഘടകപൂരങ്ങളും ഇനി പടിഞ്ഞാറേ നടവഴി പുറത്തേക്ക് പോകും, തെക്കേ നടവഴി പുറത്തേക്ക് പോകും. അതിൽ ഇന്നലെ ഈ വിളംബരമൊക്കെ നടക്കുമ്പോഴും അത് ആഘോഷമില്ല എന്നൊക്കെ പറയുമ്പോഴും അത്രയധികം ആളുകളാണ് ഈ നമ്മൾ നിൽക്കുന്ന പടിഞ്ഞാറേ നടയിലും അതുപോലെ തന്നെ ശ്രീമൂലസ്ഥാനത്തും ഒക്കെ ഉള്ളത് എന്നുള്ളതാണ്. കാരണം അവരുടെ ഒരേ ഒരു വികാരം എന്ന് പറയുന്നത് ഈ തൃശ്ശൂർ പൂരമാണ്. അതിൽ 4:15 കൂടിയാണ് കണിമംഗലം ശാസ്താവ് ഭഗവതി എഴുന്നള്ളിയത്. അതിനുശേഷം അല്പസമയത്തിന് മുന്നെയാണ് തെക്കേ ഗോപുര നടവഴി കണിമംഗലം ശാസ്താവ് കയറുകയും അതിനുശേഷം ഒരു 8 മണിയാവുമ്പോഴേക്ക് തന്നെ പഞ്ചവാദ്യം കഴിഞ്ഞ് ഈ പടിഞ്ഞാറേ നടവഴി ഇറങ്ങുമെന്നുള്ളതാണ്. അതിനുശേഷം ഉച്ചയ്ക്ക് മുൻപ് തന്നെ മറ്റ് 7 ഘടകപൂരങ്ങൾ കൂടി ഇവിടേക്ക് എത്തും. അതിനിടയിൽ മഠത്തിൽ വരവുണ്ട്, പഞ്ചവാദ്യമുണ്ട്, ബാക്കി ഇലഞ്ഞിത്തറ മേളമുണ്ട്, ബാക്കി താളമേള സമ്പുഷ്ടം തന്നെയാണ് തൃശ്ശൂർ പൂരം. എസ് കെ, ഇവിടുന്ന് നമ്മുടെ ശ്രീമൂലസ്ഥാനത്ത് കണിമംഗലം ശാസ്താവ് അവിടുന്ന് പുറത്തേക്ക് എഴുന്നള്ളുന്നതിന്റെ ദൃശ്യങ്ങൾ പ്രേക്ഷകരെ കാണിക്കാൻ കഴിയുമെന്ന് തോന്നുന്നു. ചേട്ടാ, എന്താണ് സുഖല്ലേ? ഹാപ്പി പൂരം. ഹാപ്പി പൂരം. ഒരു സങ്കടമൊക്കെ ഉണ്ട്, എന്നാൽ പോലും പൂരത്തിന് ആവേശം കുറയേണ്ട കാര്യമില്ല. ആവേശം കുറയേണ്ട കാര്യമില്ല. സങ്കടമുള്ളത് നമുക്ക് എല്ലാവർക്കും ഉണ്ട്, മനസ്സിലുണ്ട്. നമ്മുടെ അടിപൊളിയാക്കി തന്നെ സൂപ്പറാക്കും. ചേച്ചി, എന്നാ ഉണ്ട്? നല്ലത്. വെടിക്കെട്ടില്ലാത്തൊരു ബുദ്ധിമുട്ടുണ്ട്. വെടിക്കെട്ട് അത് ഈ ഒരു അവസ്ഥയായോണ്ടല്ലേ? ഞങ്ങള് കുറുക്കഞ്ചേരിന്ന് വരുന്നത്. ആനയുടെ പിന്നാലെ അങ്ങോട്ട് പോന്നു 5 മണിക്ക്. അപ്പൊ എസ് കെ, ഹലോ, ഹൗ ആർ യു? സായി. പേരെന്തുവാ? സായി കൃഷ്ണ. എത്രല്ല പഠിക്കുന്നത്? സായി 6. ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? പൂരം പൊളിക്കാന്നെ. ഏതാനേ ഇഷ്ടം? തെച്ചിക്കോട്ട് രാമൻ. രാമ. ചേട്ടാ, എന്നുണ്ട്? എന്നെ എവിടുന്ന? വടൂക്കര. എന്നിട്ടാ നമ്മൾ ആഘോഷം കുറച്ച് കുറയ്ക്കുന്നുണ്ടെങ്കിലും പൊലിമയ്ക്കും അതിന്റെ പ്രൗഢിക്കും ഒരു കുറവൊന്നുമില്ല. ഇല്ല. പൂരം തുടങ്ങിയ അവസാനം വരെ ആഘോഷിക്കാനെ. അതെ. ഇപ്രാവശ്യം കുറെ അപകടങ്ങൾ ഉണ്ടായ കാരണം ദുഃഖത്തിലാണെങ്കിലും പൂരപറമ്പിൽ നിറച്ച ആളുകളൊക്കെ ഉണ്ട് ഇവിടെ. ആഘോഷം ചെറിയ രീതിയിൽ നടക്കും. അപ്പൊ അത് തന്നെയാണ് മേഖല. അപ്പൊ ഇവർക്ക് ഏതെങ്കിലും തരത്തിൽ ഇതിനെ ഇപ്പം ആഘോഷം എന്ന ആഘോഷം വാക്ക് ഉപയോഗിക്കുന്നില്ലെങ്കിൽ കൂടി പൂരം കൊണ്ടാടുക എന്നാണ് പറയുന്നത്. നാളെ പുലർച്ചെ വരെ പൊടി പൂരമാണ്, അതായത് മണിക്കൂറുകൾ നീണ്ട പൂരം. അതിൽ ഈ ആചാരങ്ങൾക്കിടയിലൊന്നും ഒരു ഇടവേളയും ഇല്ല. ഘടകപൂരങ്ങൾ വന്നു കഴിഞ്ഞാൽ പിന്നെ തിരുവമ്പാടിയും പാറമേക്കാവിന്റെയും പൂരമാണ്. അത് പഞ്ചവാദ്യം, അതുപോലെ തന്നെ മഠത്തിൽ വരവ് പഞ്ചവാദ്യം, ഇലഞ്ഞിത്തറ മേളം, അങ്ങനെ പഞ്ചാരിമേളം, പാണ്ഡിമേളം, അങ്ങനെ നമുക്ക് ആനപ്രേമികളാണോ പൂരപ്രേമികളാണോ അല്ല എങ്ങനെയാണെന്ന് അറിയില്ല, അത്രയധികം ആളുകളാണ് ഇവിടേക്ക് എത്തുന്നത് എന്നുള്ളതല്ല, അല്ലേ? അതെ, ഉറപ്പായും.
SK അങ്ങനെ തന്നെയാണ് എന്ന് പറഞ്ഞാൽ ഓരോന്നിനും സെപ്പറേറ്റ് ഫാൻ ബേസ് ഉണ്ട്. ഇപ്പോൾ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനെ കാണാൻ വേണ്ടി മാത്രം പൂരനഗറിലേക്ക് എത്തുന്ന നൂറുകണക്കിന് ആളുകൾ നമുക്ക് എല്ലാ പൂരത്തിനും അവർ രാമനെ കാണാൻ വേണ്ടി മാത്രം വരും. അവർ വരും, രാമനെ കാണാൻ എറണാകുളം ശിവകുമാറിനുള്ള പ്രത്യേക ഫാൻ ബേസ് ഉണ്ട്. മടത്തിൽ വരവ് കാണാൻ വേണ്ടി വരുന്ന ആൾക്കാരുണ്ട്, പഞ്ചവാദ്യം മാത്രം കാണാൻ വരുന്ന ആൾക്കാരുണ്ട്, ഇലഞ്ഞിത്തറ മേളത്തിന് മാത്രം കാണാൻ വരുന്ന ആൾക്കാരുണ്ട്, കുടമാറ്റത്തിന് മാത്രം ആൾക്കാരുണ്ട്, ഇതെല്ലാം കാണുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ ഇവിടെ എല്ലാ പൂരത്തിന്റെയും ആചാരങ്ങൾ ഒറ്റ ഒന്ന് തന്നെയാണ്. പള്ളി വ്യത്യാസമില്ലാതെ ഒരേപോലുള്ള ആചാരങ്ങളാണ്. പക്ഷേ അത് പൂരത്തിന് മാത്രം കാണുന്ന വിസ്മയം എന്ന് പറഞ്ഞാൽ നമ്മൾ എത്ര തവണ കണ്ടാലും അത് ആദ്യം കാണുന്നത്. ഇപ്പോൾ കഴിഞ്ഞ വർഷം അതിന് മുമ്പത്തെ വർഷം ഒക്കെ ഏതാണ്ട് ഇതേ സമയം തന്നെ കണിമംഗലം ശാസ്ത്രം ഇങ്ങോട്ടേക്ക് വന്നു. തെക്കേ ഗോപുരം നല്ല വഴി ശ്രീമൂലസ്ഥാനം പുറത്തേക്ക് പ്രേക്ഷകൻ പറയുകയാണ്, മേഘനക്കുട്ടിയും ഹാഷ്മിയും ഷാജക്കാരും മുംതാസും പോലെ അതിസുന്ദരനും സുന്ദരിയുമായിരിക്കുന്നു പൂരപ്പറമ്പിൽ. ഇനിയിപ്പോ എന്താ വേണ്ടത്? അല്ല ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.